നിങ്ങൾ ഏതൊരു ലെവലിലുള്ള സ്റ്റുഡന്റ് ആണെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ പല പല മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ ക്ലാസ്സിലോട്ട് പോകുന്നത്, അല്ലെ? ഏതൊരു മൈൻഡ് സെറ്റ് ക്ലാസ്സിലോട്ട് പോയാലും അവസാന ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം ഹാപ്പി ആക്കുക. അതിനുവേണ്ടി തോട്ടങ്ങളിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കും. അതായത് ആപ്പിൾ തോട്ടം, ഓറഞ്ച് തോട്ടം, അങ്ങനെ ലോഞ്ച് ചെയ്തൊരു കോഴ്സാണ് 1,00,000 രൂപയുടെ കോഴ്സ്. ഞാൻ തന്നെ ഞെട്ടിയായിരുന്നത്. അപ്പൊ ഏതാന്നല്ലേ അത്? നമ്മുടെ തന്നെ കോഴ്സാണ്. ആ 1,00,000 രൂപയുടെ കോഴ്സ് അതിപ്പോ ഫ്രീയുമാണ്. നമ്മളിപ്പോ പറഞ്ഞു വന്ന ആ തോട്ടത്തിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ആവേശ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ സീരീസ് 1,00,000 രൂപയുടെ ഈ ഫ്രീ കോഴ്സ് സീരീസിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഇവിടുന്ന് അറിയാം. ഇനി CPO-കാർക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഫുള്ള് കണ്ടു തീർക്കണം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. ഞാൻ പിന്നെയും പറയുന്നൊന്നുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഈ കാണാൻ പോകുന്നതിൽ ഒരു 50-60 എണ്ണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നതിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പറയാം, ഒരു പോയിന്റ് നിങ്ങളെ പഠിച്ചോണേ. പൂർണ്ണ സ്വരാജ്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാ? ലാഹോർ സമ്മേളനമാണ്. 1929. നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ, അല്ലെ? പൂർണ്ണ സ്വരാജ്യം പ്രഖ്യാപിച്ചു, ഫ്ലാഗ് ആദ്യമായിട്ട് ഉയർത്തി, പിന്നെ സിവിൽ ഡിസൊബീഡിയൻസ്, ഇതൊക്കെ ലാഹോർ സമ്മേളനത്തിലായിരുന്നു. ഓക്കെ അല്ലേ? ഒന്നാം വട്ടമേശ സമ്മേളനം എപ്പോഴായിരുന്നു? 1930. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമോ 31. മൂന്നാമത്തേതാണെങ്കിലോ 32. ചുമ്മാ ഇരുന്നോട്ടെ, ഇത്ര സെറ്റ് അല്ലേ? ഓർത്തു വെച്ചോളൂല്ലോ. ഇനി ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം, ബഹുജന പ്രക്ഷോഭം, ദേശീയ പ്രക്ഷോഭം, ആദ്യത്തേത് ചോദിച്ചാൽ നിസ്സഹകരണ സമരം. രണ്ടാമത്തേതോ സിവിൽ നിയമലംഘനം. മൂന്നാമത്തേത് ഏതാ? ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരം. എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം. ബാക്ക് അടിച്ച് കേട്ട് ബൈഹാർട്ട് ആക്കിയിട്ട് മുന്നോട്ട് പോകാം. അടുത്തത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് നടത്തിയപ്പോൾ നമ്മൾ റിലേറ്റഡ് ഫാക്ട് പറഞ്ഞതാണ് 2024 ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് 1939 ആണ്, സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. എന്നാൽ 2023 ചോദിച്ചത് INA 1942 സ്ഥാപിച്ചത് ആര്? രാജ് ബിഹാരി ബോസ്. PSC ആൻസർ കീ കൊടുത്തു. എന്നിട്ട് ഈ INA-യുടെ നേതൃത്വം സുഭാഷ് ചന്ദ്ര ബോസിന് കൊടുത്തത് എപ്പോഴാ? 1943 ആണ്. ഇനി ജയപ്രകാശ് നാരായണന്റെയോ? സർവോദയ പ്ലാൻ. സർവോദയ പ്ലാൻ 1950 കേട്ടോ, സർവോദയ പ്ലാൻ. ലാല ലജ്പത് റോയിയുടെ 2023-24 ക്വസ്റ്റ്യൻ പറയട്ടെ. ലാല ലജ്പത് റോയ്, ലാല കളിച്ച് നടക്കാതെ ഇങ്ങനെ വന്നേ വന്നേ വന്ദേ മാതരം കേട്ടോ, വന്ദേ മാതരം. അതേപോലെ നമ്മുടെ INC-യിലത്തെ തീവ്ര ദേശീയവാദികൾ, എക്സ്ട്രീമിസ്റ്റ് എന്നറിയപ്പെടുന്ന ആരൊക്കെയാ? ലാൽ, ബാൽ, പാലാണ്, അല്ലെ? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്, ലാല ലജ്പത് റോയ്. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ, ഓക്കെ, അപ്പോഴേ കിട്ടിയില്ലേ? ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടും. ഇതാരാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്, അല്ലെ? ഇനി നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമര നായികയോ? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാ? എപ്പോഴും നമ്മൾ പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്, പഠിക്കണം. ഇനി ചുവടെ തന്നിട്ടുള്ളവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓക്കെ, മിതവാദിയിൽ ഉൾപ്പെടാത്തെന്ന് പറയുമ്പോൾ എക്സ്ട്രീമിസ്റ്റിൽ വരും, തീവ്ര ദേശീയവാദികൾ വരും. അത് ലാൽ, ബാൽ, പാലാണ്. ഓക്കെ, ലാൽ, ബാൽ, പാൽ. ഓക്കെ, ഇതാണ് പെടാത്തത്, കാരണം ഇവർ എക്സ്ട്രീമിസ്റ്റിലുള്ളതാ. ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദിയാണ്. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചു. അതിന്റെ മാതൃകയില NSS രൂപീകരിച്ചത്. മന്നത്ത് പത്മനാഭൻ. ഓക്കെ, WC ബാനർജി INC-യുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ്. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഈ ഫിറോസ് ഷാ മേത്തയുടെ ഒരു പ്രസിദ്ധീകരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ അല്ലെ? അപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആണ്, ഇപ്പം ഓപ്ഷൻസ് ഒക്കെ ഫെമിലിയർ ആണ്, സിമിലർ ആണ്. ഇനി ആദ്യമായിട്ടുള്ളവരുടെ നിങ്ങൾ ഞാൻ പറയുക, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതാ. അതുകൊണ്ട് ഇനിയും ആണെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ശരി, ഞാൻ എപ്പോഴും പറയാറുള്ള ആ പ്രാണി എന്നെ ആക്രമിച്ചു കേട്ടോ, കണ്ണിൽ കയറി കുത്തിയിരുന്നത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ആരാണോ എന്താണോ, ആരുടെയും ബ്ലാക്കാണോ? ഇനി സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാ? സ്വത്തവകാശത്തെ റിമൂവ് ചെയ്ത്. നിങ്ങളിപ്പോ അത് കേട്ട് മടുത്താണ് അല്ലെ? 44-ാം ഭേദഗതിയാണ്. മൊറാർജി ദേശായി ആണ്. ഓക്കെ, ഈ 44-ാം ഭേദഗതിയിലെ കുറച്ച് അഡീഷണൽ ഫാക്ടുകൾ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് കുറച്ചുകൂടെ പറയാൻ പോവാണേ. ആർട്ടിക്കിൾ 20, 21 എന്നിവ ഏതൊരു അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദു ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് 44-ാം ഭേദഗതിയാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങളെ മാറ്റുന്നത് 42-ാം ഭേദഗതിയിലാണ്. ഈ 42-ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി ഈ സമയത്തായിരുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് ഇപ്പോഴായിരുന്നു. പ്രിയാമ്പിള് ഭേദഗതി നടത്തിയതും ഇപ്പോഴായിരുന്നു. ഇത്തരം കാര്യങ്ങൾ കിട്ടിയോ? അതേപോലെ
നമ്മുടെ 10ാമത്തെ പട്ടിക 10ാമത്തെ ഷെഡ്യൂള് 10 കാശിന് കൂറുമാറ്റ നിരോധന നിയമം. ഓക്കെ, ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയും കേട്ടോ. കൂറുമാറ്റ നിരോധന നിയമമാണ് 10ാമത്തെ പട്ടിക. അത് വന്ന് 52ാം ഭേദഗതിയില്ല. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഇത്തരം കാര്യങ്ങൾ കിട്ടിയേ. ഇനി അടുത്തതിലോട്ട് പോവാ. നമ്മുടെ 50 ഡേയ്സ് ചാലഞ്ച് ആദ്യമായിട്ടുള്ളവർ ബാക്കിയുള്ളവർ സ്കിപ്പ് അടിച്ച് പൊക്കോ. അപ്പോൾ 50 ഡേയ്സ് ചാലഞ്ച് 50 ദിവസം കൊണ്ട് 50 കണ്ടന്റ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാരത്തോൺസ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഇതോടുകൂടി റാങ്ക് അടിക്കാൻ പറ്റും. ഇങ്ങനത്തെ സംഭവം PSCയുടെ ചരിത്രത്തിൽ യൂട്യൂബിൽ വന്നിട്ടില്ല. ഞാൻ എന്നാൽ റെവല്യൂഷണറി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുവാണ്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമേ അത് വിജയിച്ചതായിട്ട് ഞാൻ മനസ്സിൽ പ്രഖ്യാപിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ റാങ്ക് അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 3/4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഫാക്റ്റിൽ കണ്ടതാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചും പോകുന്നതാണ്. അതുകൊണ്ട് അവസരം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. കളയേണ്ട ഒരാവശ്യവുമില്ല. കളയരുത്. CPOക്കാർക്ക് ഏറ്റവും പോസിബിലിറ്റി ഉള്ളത് ആ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾ അത് കണ്ട് പഠിക്കും. പുത്തനായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ തോട്ടത്തിലോട്ട് തിരിച്ചു പോവാം. അപ്പൊ ചാലഞ്ച് 16, 17 അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിന്റെ 10:30 ക്യൂസ് ഉണ്ടായിരിക്കും ലൈവില് കേട്ടോ. ടെലിഗ്രാം ചാനലിലാണ് ക്യൂസ്. ആ ക്യൂസ് നടക്കുന്ന ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ റിവിഷൻ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. അതുകൊണ്ട് എന്നും 10:30 ലൈവ് ആയിട്ട് വരണം. ഓക്കെ, ചാലഞ്ച് ചെയ്ത് നമുക്ക് പഠിക്കാം, നമുക്ക് തെറ്റി പഠിക്കാം, റിവിഷനും ഉണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തേത് ചാലഞ്ച് 18 ആണ്. 10:30 ടെലിഗ്രാം ചാനലുണ്ട്. വെൽക്കം. തോട്ടത്തിൽ പോവാ തിരിച്ചു കേട്ടോ. അപ്പൊ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാ? നമ്മുടെ ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 214. സുപ്രീം കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 124. ഇനി ഹൈക്കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളാ? 226. സുപ്രീം കോടതി ആണെങ്കിലോ 32. ഇത്രയൊക്കെ അല്ലേ? ശരി, പിന്നെ വേറെന്താ? വിവരാവകാശവുമായി ബന്ധപ്പെട്ട അല്ലെ, അല്ലെങ്കിൽ പോട്ടെ, ഇത് മതി. നമുക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള കോടതികൾ ഏതൊക്കെയാ? സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. ഇത്രയും പഠിച്ചു വെച്ചല്ലോ, മതി. നമുക്ക് അടുത്ത് വരുമ്പോൾ പഠിക്കാം. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ ഭീംറാവ് അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒത്തിരി കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മറക്കരുത്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ വർഷം ഒന്ന് കമന്റ് ചെയ്യാവോ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതേപോലെ അടുത്തൊന്നും പറയട്ടെ. ജവഹർലാൽ നെഹ്റു യൂണിയൻ കേട്ടോ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ യൂണിയൻ കമ്മിറ്റി, യൂണിയൻ എന്ന് തുടങ്ങുന്ന കുറെ കമ്മിറ്റികളുണ്ട്. നിങ്ങൾ PSCയിൽ നമുക്ക് യൂണിയൻ വെച്ച് എന്ത് വന്നാലും ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തോ കേട്ടോ. അപ്പൊ യൂണിയൻ കമ്മിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു. ഇനി രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ എന്താ സംഭവം? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ്, ചെയർമാനാണ് എന്ന് ഓർത്തു വെച്ചോണം. 1946 ഡിസംബർ 11 ഇദ്ദേഹം അധ്യക്ഷനായത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്തത് എപ്പോഴാ? 46 ഡിസംബർ 6 ഫോം ചെയ്തു. ഫസ്റ്റ് മീറ്റിംഗ് നടന്ന എപ്പോഴാ? 1946 ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. 1946 ഡിസംബർ 11 നമ്മുടെ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനുമായി. ഓക്കെ അല്ലേ? ഇത്രയും സെറ്റ് ആണല്ലോ. ഓക്കെ, അതേപോലെ പ്രധാനപ്പെട്ടത് വേറെ എന്തൊക്കെയാ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി ഉണ്ട്. അതാരായിരുന്നു? പട്ടേലാണ്. ഇതൊക്കെ ഓർത്ത് വെച്ചോണം, വരുമ്പോ പറഞ്ഞുതരാം. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാ? ഇന്ത്യയാണ് അല്ലെ. എന്നാൽ അൺറിട്ടൺ ആയിട്ടുള്ളതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ളത് ഏതാണെന്ന് 2024 തന്നെ PSC ചോദിച്ചു പറയണം. അതേപോലെ നമ്മൾ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368 എന്നുള്ള കൺസെപ്റ്റ് ഭരണഘടനാ ഭേദഗതി കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി കടമെടുത്തത്. ബ്രിട്ടനിൽ നിന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു സംഭവം, പാർലമെന്ററി ജനാധിപത്യം കൊണ്ടുവന്നത്. പിന്നെ വേറെ എന്തൊക്കെയാ? സിറ്റിസൺഷിപ്പ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലമെന്ററി സമുദായം, അതിമണ്ഡല നിയമനിർമ്മാണ സഭകള്, റിറ്റ്, ഇതൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഓക്കെ, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? അതിന് മുന്നേ ഞാൻ പറയാം, ആമുഖം ഭേദഗതി ചെയ്തത് ഒരു തവണയേ ഉള്ളൂ. അത് ഏത് ഭേദഗതിയിലായിരുന്നു? 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷനിലായിരുന്നു ഭേദഗതി ചെയ്തത്. എന്തൊക്കെ വാക്കുകൾ ആഡ് ചെയ്ത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? അപ്പം അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഈ കൂട്ടത്തിൽ ഏതാ? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നില്ല അല്ലെ. പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, നമുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ അറിയാം ഇതെല്ലാം ഏതിന്റെ ആമുഖത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോളെ. ശരി, ഇനി കൈസർ ഇ ഹിന്ദ്. ഓക്കെ, കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജിയാണ് തിരികെ നൽകിയത് അല്ലെ. അപ്പോ ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇത് തിരികെ നൽകാനുണ്ടായ കാരണം എന്താ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ,
ഇനി PS റിപ്പീറ്റഡ് ആയി ചോദിച്ച വേറൊരു കാര്യം, ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാൻ കാരണമായ നിയമം, ആ കരി നിയമം ഏതാ? റൗലറ്റ് നിയമമാണ്. മറക്കല്ലേ, റിപ്പീറ്റഡ് ചോദ്യം. 1919 റൗലറ്റ് നിയമം, വിചാരണ കൂടാതെ ആരെയും പിടിച്ചകത്തിടാം. അതാണ് റൗലറ്റ് നിയമം. ഓക്കെ, ശരി. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന 1919 ഏപ്രിൽ 13. ഓക്കെ, അതിനു മുന്നേ ഗാന്ധിജി ദേശീയതല പൊളിറ്റിക്സിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് എൻട്രി നടത്തിയത് ഏത് സംഭവത്തിലൂടെയാണ് PS ചോദിച്ചിട്ടുണ്ട്. 1919 ഏപ്രിൽ 6 റൗലറ്റ് സത്യാഗ്രഹം. റൗലറ്റ് സത്യാഗ്രഹ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. റൗലറ്റ് സത്യാഗ്രഹ, ഈ റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ഏപ്രിൽ 6. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു. ഇത്ര ഓക്കെ അല്ലേ? ഇനി ചൗരി ചൗര സംഭവം എന്താ? 1922 ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. ഓക്കെ, ശരി. ഇങ്ങനെ പറഞ്ഞത് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ അല്ലേ? ഇനി ക്ഷേത്രമല്ല വിദ്യാലയങ്ങളാണ് നമ്മുടെ ജനതയ്ക്ക് വേണ്ടത്. ക്ഷേത്രമല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത് പറഞ്ഞു. എന്നാൽ അതേപോലെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് ഡാമുകൾ എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഓർമ്മയുണ്ടോ? നെഹ്റു. ഇതൊക്കെ ടെക്സ്റ്റിൽ അതേപോലുള്ളതാണ്, മറക്കരുത്. ഇനി സഹോദരൻ അയ്യപ്പന്റേതാണ് മിശ്ര ഭോജനം. ഓക്കെ, സഹോദരനെ മിസ് ചെയ്യുന്നു. സഹോദരൻ ഇച്ചിരി വിദ്യകൾ കൂടുതലാ. വീട്ടിലൊക്കെ എപ്പോഴും കമ്പയർ ചെയ്ത് പറയാറില്ലേ? അല്ലെങ്കിൽ സഹോദരിക്ക്. അപ്പൊ ഇത് നോക്കത്തെ, എന്തുവായിരുന്നു ഇത്? ഒരു സെക്കൻഡ്. സഹോദരൻ അയ്യപ്പന്റെ മിശ്രഭോജനം, വിദ്യാഭൂഷണി. 2021 ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ളത്. സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിദ്യാഭൂഷണി മിശ്രഭോജനവും കേട്ടോ. ഓക്കെ, പിന്നെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട വില്ലുവണ്ടി യാത്ര 1893. ഓക്കെ, പിന്നെ അതേപോലെ പെരിനാട് ലഹള, കല്ലുമാല സമരം, ഊരു ടെമ്പിൾ ലഹള 1915. ഓക്കെ അല്ലേ? ഇത്ര സംഭവങ്ങൾ ഓർത്ത് വെച്ചോളൂല്ലോ. പിന്നെ ഒരു വരി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞതാ, എന്താ പറയാ, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അല്ലെ, ആ കാണുന്ന പാഠങ്ങളെല്ലാം പുല്ല് വിളയും എന്ന് പറഞ്ഞില്ലേ, പുല്ല് കുരുക്കും എന്നൊക്കെ പറഞ്ഞത് ആരാ? അയ്യങ്കാളിയാണ് പറഞ്ഞത്. ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേരെന്താ? അയ്യപ്പൻ. എന്നാൽ ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞൻ പിള്ള. മറക്കരുത്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതായത്. ഇനി കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ് അടി ലഹള. റിപ്പീറ്റഡ് ചോദ്യം. പ്രത്യക്ഷ രക്ഷ ദേവസഭ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടത്. പൊയ്കയിൽ യോഹനൻ, പൊയ്കയിൽ അപ്പച്ചനാണ് നമ്മുടെ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷ ദേവസഭ ഏത് വർഷമാ? 1909 അല്ലെ? സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി 1907. സാധുജന പരിപാലന സംഘം, യോഗക്ഷേമ സഭ 1908. രക്ഷയ്ക്കായി പ്രത്യക്ഷ രക്ഷ ദേവസഭ 1909. കുമാരഗുരുദേവന്റെ ഓർമ്മകളുണ്ട്. യുദ്ധവിരുദ്ധ ജാഥ. ബിഗിനർ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് ഉറപ്പായിട്ടും പോയിട്ടുണ്ട്. എന്തുവാ ഈ പറയുന്നത് അല്ലയോ? ഇതിലും ഭേദം റാങ്ക് ഫയല. ഇത്രയും GKS ഒരുമിച്ച് കൊടുത്തിട്ടുള്ള റാങ്ക് ഫയൽ വായിച്ചു പറയുവാണോ? സംഭവം കേൾക്ക്. ഇതിപ്പോ ക്ലാസ് ഫോളോ ചെയ്ത് വന്നവർക്കറിയാം. നിങ്ങൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ പറയുക. നമ്മൾ ഈ പറയുന്നത് അടുത്ത ക്ലാസ് വരുമ്പോഴും പറഞ്ഞു തരും. എനിക്കൊരു കാര്യം അറിയാം, ഒറ്റയടിക്ക് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാകത്തില്ല, ഓർത്ത് വയ്ക്കത്തില്ല. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ. ഇനി പഴശ്ശി കലാപം അടിച്ചമർത്തിയിട്ടുള്ള ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ബ്രിട്ടീഷ് സബ് കളക്ടർ ചോദിച്ചാൽ തോമസ് ഹാർവേ ബാബറാണ്. എന്നാൽ ആ സമയത്തെ പട്ടാള മേധാവി ആരായിരുന്നു? അത് ആർത്തർ വെല്ലസ്ലി ആയിരുന്നു അല്ലെ? അപ്പം പട്ടാള മേധാവിയായിരുന്നു. കോൽക്കാർ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടത്. ഇനി പഴശ്ശി കലാപം നിങ്ങൾക്ക് 2023 ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് റിലവന്റ് ആയിട്ട് വന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വരും. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ, 93-97. രണ്ടാമതാണെങ്കിൽ 1800 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപം. ഒന്നാമത്തെ പഴശ്ശി കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ നോക്കിയത്. ഇത്ര ഓക്കെ അല്ലേ? ശരി. ഇനി വേണ്ട ആൽമയുടെയും ആൽബുക്കർക്കൊക്കെ കിടക്കുന്നു ഈ ടോപ്പിക്സ് ഒക്കെ നമുക്ക് എവിടെ പഠിക്കണം എന്നറിയാമോ? വൈസ്രോയ് ഗവർണർ, യൂറോപ്യന്മാരുടെ ആഗമനമുണ്ട്. ആ ടോപ്പിക്കിന്റെ മാരത്തോൺ സെഷൻ ഉണ്ട്. നിങ്ങൾ അത് കണ്ടു തീർക്കണം കേട്ടോ. ഇപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുടെ അടുത്ത് പറയാം. CPO-കാരുടെ അടുത്ത് പ്രത്യേകം പ്ലേലിസ്റ്റ് ഉണ്ട്, പഠിക്കണം. പിന്നെ LDC-കാരുടെ അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, നമ്മൾ മാരത്തോണും ഉണ്ട്. ഇതൊക്കെ പഠിച്ചോണം. LP-UP-കാരുടെ അടുത്തും പറയുക. പിന്നെ അതേപോലെ ഒത്തിരി പേര് ചോദിക്കും. LP-UP ആണെങ്കിൽ സൈക്കോളജി നമ്മുടെ ഇല്ല, ബാക്കി ടോപ്പിക്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പഠിക്കുക. അതേപോലെ ഫോഴ്സ്, യൂണിഫോമിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ളത് മാത്രം ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ പഠിച്ചു പോകണം കേട്ടോ. നമുക്കിനി പ്രത്യേകിച്ച് എക്സ്ക്യൂസ് ഇല്ല. പിന്നെ എന്താ പറയാ, പഠിക്കുന്നതിൽ നിങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തോ. ഞാൻ നിങ്ങളെ ഫോളോ അപ്പും ചെയ്യും. നിങ്ങൾ പഠിക്കാൻ വേണം, അതിനുള്ള എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരും കേട്ടോ. ശരി. അപ്പം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ തുലാമ്പത്ത് സമരം
തുലാം 10 2022 ചോദിച്ചു. തുലാം 10 തുലാം 10 അമേരിക്കൻ മോഡൽ അറബിക്കടലില് തുലാം 10 സമരം. പിന്നെ CP രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു. ഏതാത്? പുന്നപ്ര വയലാർ സമരം 1946. ഓക്കെ അല്ലേ? ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് കലാപം 1697. ഓക്കെ അല്ലേ? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം എന്താ? അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് 1932 C കേശവൻ. ഇതുമായി ബന്ധപ്പെട്ട 1935 കോഴഞ്ചേരി പ്രസംഗം ആരാ? C കേശവൻ. ഓക്കെ അല്ലേ? ഇത്ര സെറ്റ് അല്ലേ? അപ്പൊ കിരീടം വെക്കാത്ത രാജാവ്, സിംഹള സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് C കേശവനാ. ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലത്തെ ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലെ? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. എന്നാൽ നമ്മുടെ ഹൈക്കോടതി അല്ലെങ്കിൽ പോട്ടെ, ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്ര? 214. സുപ്രീം കോടതിയുടെ എത്ര? 124. ഹൈക്കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യുന്നതോ? എന്താ റിറ്റ്? അതൊന്നും അങ്ങനൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇത് ബേസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ പറ്റൂ. റിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലികാവകാശം എപ്പോഴും ലംഘിക്കപ്പെട്ടാൽ കോടതിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റിറ്റുകൾ. 5 എണ്ണമാണ് റിറ്റ് ഉള്ളത്. അങ്ങനെ ഹൈക്കോടതി റിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ 226, സുപ്രീം കോടതിയുടെ 32. ഇതൊന്നും ഞാൻ പറഞ്ഞ അറിയത്തില്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ? 100 തവണ കൂടുതൽ ചോദിച്ചയാ. 100 തവണ കൂടുതൽ നമ്മുടെ 1 ലക്ഷം രൂപയുടെ കോഴ്സിൽ കൊടുക്കായിരുന്നതായിരുന്നു. പക്ഷെ ഫ്രീ ആക്കിയോണ്ട് ഇപ്പൊ പറയുവാണ്, യൂസ് ചെയ്യണേ. പിന്നെ അടുത്തത് DY ചന്ദ്രചൂഡ്. കണ്ടോ? നിലവിലത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഏതാ? തൃശ്ശൂരാണ്. അതേപോലെ 2023 ചോദിച്ച ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെയാണ്? തൃശ്ശൂര്. മറക്കരുത് കേട്ടോ. ചേറ്റുവ എവിടെയാണെന്ന്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെയുള്ള ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോനാണ് അല്ലെ? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് പട്ടേൽ നെഹ്റുവുമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് VP മേനോൻ. മറക്കരുത്. എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതിന്റെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആണെങ്കിൽ ഫസൽ അലി. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി 1953, ആക്ട് 56. ഓക്കെ അല്ലേ? ഇനി അടുത്ത താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസിന്റെ, എനിക്ക് എപ്പോഴും ഫ്രാൻസ് മറന്നുപോവേ, അല്ലെങ്കിൽ തിരിഞ്ഞു പോവും. ഓർത്ത് വയ്ക്കാൻ എനിക്ക് പാടാ. ഓക്കെ, നിങ്ങൾക്ക് നല്ല കോഡുകൾ ഉണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് എടുത്തിട്ട് എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കും. അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോഴേ ഈ ഫ്രാൻസിന്റെ എനിക്ക് പാടായതുകൊണ്ട് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് മിക്കവാറും ചോദിക്കുന്നത് ഫ്രാൻസും പിന്നെ പോർച്ചുഗീസുകാരുടെയും അല്ല ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് വെക്കുന്നത് പോർച്ചുഗീസുകാരുടെ അങ്ങോട്ട് എടുക്കും. പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ എന്നാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം അല്ലെ? പോ എന്ന് പറഞ്ഞാൽ ഗോ. അപ്പൊ ഗോവയുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നാവിൽ വരുന്ന ഗോവ, ദമൻ ആൻഡ് ദീവ് പോർച്ചുഗീസുകാരുടെയാണ്. അതായത് ഗോവ, ദമൻ ആൻഡ് ദീവ്. അപ്പൊ ഇത് ഇത്രയും പോർച്ചുഗീസുകാരാണ്. ഇത് ഫ്രാൻസിൻ്റെതായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ടൊന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കണ്ട. നിങ്ങൾ ഫ്രാൻസ്, പോണ്ടിച്ചേരി കേട്ടോ. ഫ്രാൻസ്, പോണ്ടിച്ചേരി. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അതേപോലെ നമ്മുടെ ഈ ഗോവ ലിബറേഷനുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതെന്ന് PSC ചോദിച്ചു. ഓപ്പറേഷൻ വിജയ് ആണ്. 1961 ആണ്. ഓക്കെ, ശരി. തോട്ടമൊക്കെ ഇഷ്ടപ്പെട്ടോ? സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ മലയാളി അംഗം. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ 1953. അധ്യക്ഷൻ ആരാ? ചെയർമാൻ ഫസൽ അലി. ഓക്കെ അല്ലേ? ഇനി ഫസൽ അലി ഉണ്ട്, HN ഖുൻസറു ഉണ്ട്, KM പണിക്കർ ഉണ്ട്. ഓക്കെ, ഇത്ര ശരിയാണ്. ഓക്കെ, ശരി. ഇതിലെ മലയാളി ആരാ? KM പണിക്കർ ആണ്. അധ്യക്ഷൻ ആരാ? ഫസൽ അലി ആണ്. ഇനി എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന പറഞ്ഞാൽ സംസ്ഥാന പുനഃസംഘടന ചോദിക്കുന്ന പോലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം, ഇന്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ചോദിച്ചാൽ അത് VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ചോദിച്ചാലും VP മേനോനാണ്. ഇനി അടുത്തൊരെണ്ണം നോക്കിക്കേ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? അപ്പോഴേ നമ്മുടെ ഭിലായ് 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂര്. ഓക്കെ, ഭിലായ് 1959. നിങ്ങൾ ഒത്തിരി പേരെ കമന്റ് ഞാൻ കണ്ടു. ഞാൻ തരുന്ന വർഷം അങ്ങ് പഠിക്കും, അത് മതി. ഓക്കെ, അല്ലാത്തത് നമ്മൾ കാണും. കാരണം ഈ തുടങ്ങി അത് കഴിഞ്ഞ് പൂർത്തിയാക്കിയപ്പോഴുള്ള വർഷവും നെറ്റുകളിൽ കാണും. നമുക്ക് PSC ആൻസർ കീ വെച്ചും ഫാക്ടുകൾ വെച്ചും പോകാം. ഓക്കെ, ഇത് തെറ്റത്തൊന്നുമില്ല. ഇത് സപ്പോസ് എങ്ങാണ് മാറി തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഒരു iPhone മേടിച്ചു തരാം. PSC അങ്ങനെ മാറി ചോദിച്ചത് ശരി വെക്കുമെങ്കിൽ പോരെ? iPhone മേടിച്ചു ചുമ്മാ പറഞ്ഞാ, അങ്ങനൊന്നും തരത്തില്ല. ഭിലായ് 1959, റൂർക്കേല 1959, ദുർഗാപൂർ 1962. ഓക്കെ, ഇനി ഭിലായ് ആണെങ്കിലോ
ഇത് പഠിച്ചു വെച്ചോണേ. ബിലായി ആണെങ്കിൽ റഷ്യ USSRന്റെ സഹായത്തോടു കൂടി. റൂർക്കേല ജർമ്മനി, 100 തവണ കൂടുതൽ ചോദിച്ചത് ഇതാണ്, റൂർക്കേല ജർമ്മനി. ഓക്കെ, പിന്നെ ദുർഗാപൂർ ആണെങ്കിൽ ബ്രിട്ടൻ ആണ്. ഇനി ബൊക്കാറോ കൂടെ ഉള്ളൂ. ബൊക്കാറോ ആണെങ്കിൽ 1964, അതും USSR ആണ്. ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, ഇനി ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? എന്താ? അത് മംഗല്യാന അല്ലെ, മംഗല്യാൻ. ഇനി ഇവിടെ PS ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മംഗല്യാൻ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? രാധാകൃഷ്ണൻ. രാധയും കൃഷ്ണനും മംഗല്യം കഴിച്ചില്ല, പക്ഷെ ഇതൊന്ന് ഓർത്തു വെക്കാം. രാധാകൃഷ്ണൻ, മംഗല്യാൻ. ഓക്കെ, ഇനി വർഷം നിങ്ങൾ പഠിച്ചോടെ. 2013. ഓക്കെ, 2013 പഠിച്ചോണം. ചോദിച്ചത് 2013 November 5 ആണ് ലോഞ്ച് ചെയ്തത്. 2013 November 5 ആണ്. രാധാകൃഷ്ണനാണ് ISRO ചെയർമാൻ. അപ്പം അതേപോലെ നമ്മുടെ ചന്ദ്രയാൻ 1, 2, 3 എല്ലാം ചോദിക്കും കേട്ടോ. പിന്നെ ആദ്യത്തെ L1 സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടിയുള്ളത് മറക്കല്ലേ. അടുത്തത് 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? അപ്പൊ 2024 അതാ ബ്രസീലാണ്. വെന്യൂകളൊക്കെ പഠിച്ചോണ്ട്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ റോവർ അറിയപ്പെടുന്നത് എന്താണ്? ലാൻഡർ ഉണ്ട് അല്ലെ, പോയി ലാൻഡ് ചെയ്യുന്നത്. സിനിമയ്ക്കതൊക്കെ ഒന്ന് ഹീറോ വന്ന് ലാൻഡ് ചെയ്യും, ഇപ്പൊ കയ്യടിയ. മിക്കവാറും ഹീറോ വന്ന് ലാൻഡ് ചെയ്യുന്നത് നമ്മൾ സിനിമയിൽ കാണുന്നത് വിക്രമാണ് കേട്ടോ. വിക്രമില്ലേ, സിനിമ നടൻ വിക്രം വന്ന് ലാൻഡ് ചെയ്യുമ്പോഴേ കയ്യടിയ. ഹീറോ ലാൻഡ് ചെയ്യുന്നു, അത് വിക്രമാണ്. ഓക്കെ, വിക്രം ലാൻഡർ ആണ്. ഓക്കെ, പ്രഗ്യാനാണ് റോവർ. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോണേ. ഇനി ഈ ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് എന്താ? ISRO ചെയർമാൻ ആ സമയത്തെ ആരാ? ചന്ദ്രയാൻ 3യുടെ S സോമനാഥ്, നിലവിലത്തെ ആള് അല്ലെ. ഈ സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? വീരമുത്തുവേലാണ്. ഇതേപോലെ ചന്ദ്രയാൻ 1ഉം 2വിന്റെയും ISRO ചെയർമാനെയും പ്രൊജക്ട് ഡയറക്ടറിനെ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. GK കാണുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ വേണം, ഇഷ്ടപ്പെട്ടു, ടെൻഷൻ ഫ്രീ ക്ലാസ് ആണെന്ന് കേട്ടു, കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് കേട്ടോണ്ടാ പഠിക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത് കിട്ടുന്നുണ്ടെന്ന് കേട്ടു, സ്പീഡ് കുറച്ചിട്ടത് കൊണ്ട് ഓക്കെ ആയി എന്നുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെന്ന് കുറച്ചിട്ടത് 0.75 ഇട്ട് അത് ശരിയായി കിട്ടും, ടെൻഷൻ ഫ്രീ ആകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ? ഓക്കെ, അങ്ങനെ സന്തോഷം വെച്ച് കണ്ണു പറഞ്ഞല്ല ഇത്. ഇതാ പ്രാണി, ആ ജീവി വന്ന് കുത്തിയിരുന്നതിന്റെ, പക്ഷെ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഇനി അടുത്ത ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. നമുക്ക് നോക്കാം. ഹിമാലയൻ പർവ്വതനിര. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി, നട്ടല്. ഓക്കെ, ശരി. അപ്പൊ അത് സെറ്റ് അല്ലേ. ഇത് ഞാൻ എന്റെ പ്രത്യേകം ക്ലാസ് എടുത്തത്. ഇത് നല്ല രസം, പടമൊക്കെ കണ്ടുപിടിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഏതാ? നേപ്പാള് ചൈന ബോർഡറാണ്. അപ്പൊ 2 തെറ്റാണ്. 2 ഉള്ളതൊക്കെ ക്യാൻസൽ ചെയ്താൽ കളയാം. എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ 1, 2, 3 വരും. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇതാണ് ഓക്കെ. എന്നാൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയ നദികൾ എന്ന് അറിയപ്പെടുന്നു. ഇത് കാരണം ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്തതാണ് ഉത്തര മഹാസമുദ്രം അല്ലെ. ഉത്തര മഹാസമുദ്രം, നോർത്തേൺ ഗ്രേറ്റർ പ്ലെയിനുകൾ. ഓക്കെ അല്ലേ? ശരി. അടുത്തത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കരയതിർത്തി എങ്കിൽ ഇത് ശരിയാ കേട്ടോ. കരയതിർത്തി പങ്കിടുന്നത്. ഈ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ക്യാൻസൽഡ് ആണ്, ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം എനിക്കിത് ശരിയായിട്ട് തോന്നുന്നില്ല. നിങ്ങളൊന്ന് കേട്ടെ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ 9. ഓക്കെ, ഇനി കരയതിർത്തി പങ്കിടുന്നതാണെങ്കിൽ 7. കരയും കടലും പറയുമ്പോഴാണ് 9. ശ്രീലങ്കയും മാലദ്വീപ്സും വരും അല്ലെ. അപ്പൊ ഇതെങ്ങനെ ശരിയോ തെറ്റോ ആകാം, അതുകൊണ്ട് ഇത് ക്യാൻസൽ കൊടുത്തോളെ. 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്നത്. ഇപ്പൊ ശരിയായി. ഓക്കെ, ഇനി ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത്. ഇങ്ങനെ പറയുവാണെങ്കിൽ എല്ലാം ശരിയാണ് അല്ലെ. ശരി. ഇനി ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനയിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിലും പശ്ചിമഘട്ടത്തിലും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലും പശ്ചിമഘട്ടം ശരിയല്ലേ? ആണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരം. പടിഞ്ഞാറൻ തീരത്തിൽ ഏതൊക്കെ വരും അറിയാമോ? കിളിപോയിരുന്ന ഇതാ നോക്കിക്കേ, ഇത് കോസ്റ്റുകളാണ്. ഇത് ഗുജറാത്ത് കോസ്റ്റ് കേട്ടോ. ഇത് ഗുജറാത്ത് കോസ്റ്റ് ആണ്. പടിഞ്ഞാറൻ തീര സമതലമാണ് ഇത്. ഓക്കെ, ഗുജറാത്ത് കോസ്റ്റ് അല്ലെങ്കിൽ കച്ച് അല്ലെ കത്തിയവാറും തരും. അപ്പൊ ഗുജറാത്ത് കോസ്റ്റ് നോക്കിക്കണം. ഒന്ന് ഗുജറാത്ത് കോസ്റ്റ്. പിന്നെ മധ്യഭാഗത്തായിട്ടുള്ളത് ഏതാന്ന് ചോദിക്കും. പടിഞ്ഞാറൻ തീര സമതലത്തിലെ 3 എന്തൊക്കെയാണെന്നറിയാം? പടിഞ്ഞാറൻ തീര സമതലത്തിലെ ഏറ്റവും മുകൾ ഭാഗം ഗുജറാത്ത് കോസ്റ്റ്, പിന്നെ കൊങ്കൺ കോസ്റ്റ്, പിന്നെ ഏറ്റവും താഴെ ഭാഗത്തുള്ളതാണ് മലബാർ കോസ്റ്റ്. എന്നാൽ കിഴക്കൻ തീര സമതലത്തിലെ ആണെങ്കിൽ നോർത്തേൺ സിർക്കാർ. ഓക്കെ, നോർത്തേൺ സിർക്കാറും പിന്നെ
ഏറ്റവും താഴെയുള്ള കോറമണ്ടൽ കോസ്റ്റ്. അപ്പൊ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണെന്ന് പിടികിട്ടിയോ? പടിഞ്ഞാറൻ തീരസമതലം, അതായത് ഈ ഭാഗം. ഓക്കെ, ഇത് കിഴക്ക്. ഇംഗ്ലീഷ് മലയാളം പ്രോബ്ലം ഉണ്ടെങ്കിൽ സെറ്റ് ആക്കണേ. കിഴക്ക് പടിഞ്ഞാറ്, കാരണം ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത് അത് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ കിഴക്ക് പടിഞ്ഞാറ്. ഓക്കെ, പടിഞ്ഞാറൻ ഭാഗത്താണ് കോറമണ്ടൽ എന്ന് തന്നേക്കുന്നത്. തെറ്റല്ലേ അത്? ശരി, പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ എന്ന് പറഞ്ഞത് തെറ്റാണ്. കോറമണ്ടൽ ആണെങ്കിൽ കിഴക്കൻ തീരസമതലത്തിൽ വരും. അതേപോലെ നോർത്ത് സിർക്കാരും കോറമണ്ടലും കിഴക്കൻ തീരസമതലത്തിൽ വരും. പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് ഏതൊക്കെ വരും? ഗുജറാത്ത്, കൊങ്കൺ ആൻഡ് മലബാർ. ഓക്കെ അല്ലേ? റിപ്പീറ്റഡ് ചോദ്യം കേട്ടോ. അപ്പൊ ഈ രണ്ട് തെറ്റായതുകൊണ്ട്, തെറ്റായതല്ലേ കണ്ടുപിടിക്കേണ്ടത്, രണ്ടുള്ളതൊക്കെ നമുക്ക് നോക്കി വെക്കാം, രണ്ടില്ലാത്തതെല്ലാം ക്യാൻസൽ ചെയ്തേക്കാം. അങ്ങനല്ലേ അതിന്റെ ഒരു സംഭവം. പിന്നെ സുന്ദർവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. നമുക്ക് നോക്കാം അത് പടമൊക്കെ. കിഴക്കൻ തീരസമതലം സുന്ദർവനം തോന്നുന്നു ഇവിടെ മുതൽ അല്ലെ കന്യാകുമാരി വരെ ഉള്ളതാണ് കിഴക്കൻ തീരസമതലം. ശരിയല്ലേ? ആണ്. അപ്പം 1 ശരി, 3 ശരിയാണ്. ഓക്കെ, അപ്പൊ ഈ 2 മാത്രം ശരിയാണല്ലോ. ഈ ഒന്നുണ്ടെങ്കിൽ അത് തെറ്റിക്കളയാം. സംഭവം പിടികിട്ടിയോ? ഓക്കെ, ഇവിടെ എലിമിനേഷൻ വഴി പെട്ടെന്ന് കിട്ടിയേനെ എന്നർത്ഥം. തെറ്റുള്ളതാണെങ്കിൽ ഇത്. ഇപ്പൊ ശരി ചോദിച്ച് തെറ്റ് ചോദിച്ച് ശരി വന്നപ്പോ ഒന്നുള്ളത് തന്നെ ക്യാൻസൽ ചെയ്ത ഇതും പോയേനെ, ഇതും പോയേനെ. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അല്ലെ? ആ കമന്റ് എന്ത് കുറച്ച് നാളെ കണ്ടിട്ട്. അപ്പം അതൊക്കെ നോക്കിക്കണം. റെഡി? അടുത്തത് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് കണ്ടെത്തണേ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. ഹോക്കി ആണോ? അത് റെഡി അല്ലേ? ശരി. പിന്നെ അടുത്തത്, ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. 2010 അത് ഇഷ്യൂ ചെയ്ത് ആണല്ലോ. ഓക്കെ, ഇനി ദേശീയ ഗാനമാണ് ജനഗണമന എന്ന് പറഞ്ഞ് വായിക്കില്ല. ഇവിടെ ദേശീയ ഗീതം എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, ദേശീയ ഗാനമാണ് ജനഗണമന. ജനഗണമനയുടെ എന്തൊക്കെ നമുക്കറിയാം. 1911 INC ആദ്യമായിട്ട് ആലപിച്ചു. 52 സെക്കൻഡ്. കണ്ടൻസ്ഡ് ആണെങ്കിൽ 20 സെക്കൻഡ്. ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം അല്ലെ? ശങ്കരാഭരണമാണ് ജനഗണമന. ഇത്രയും കിട്ടിയല്ലേ? ഈ ദേശീയ ഗീതമാണെങ്കിലോ, ഗീ കൊണ്ട് ഇനി വന്നേ അല്ലെ, വന്ദേ മാതരമാണ്. അത് 65 സെക്കൻഡുമാണ്. ഓക്കെ, ദേശീയ ഗാനവും ദേശീയ ഗീതവും നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചപ്പോഴ 1950 ജനുവരി 24 അല്ലെ? അതായത് അംഗീകരിച്ചത് എപ്പോഴാ? 1950 ജനുവരി 24. അതേപോലെ റിപ്പീറ്റഡ് ആയി 2024 ചോദിച്ചു ഫ്ലാഗ്. ഓക്കെ, ഫ്ലാഗ് 1947 ജൂലൈ 22. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? 3. അപ്പൊ 3 ഉള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ തന്നെ ഇവിടെ എലിമിനേഷൻ കിട്ടും കേട്ടോ. ഇനി നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഇത് നമ്മുടെ LGS മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. അതുകൊണ്ട് ഒത്തിരി സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്. നിങ്ങൾക്ക് നല്ലതാണ്. സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഈ GK എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ താഴത്തുള്ളവരെല്ലാം ശരിയാ. അയോധ്യ നഗരം, സരയു. അയോധ്യ സരയു, അയോധ്യ സരയു. അയ്യോ സാരമില്ല, അയ്യോ സാരമില്ല എന്ന് ഓർത്താൽ മതി. അയോധ്യ സരയു, അയോധ്യ സരയു, അയ്യോ സാരമില്ല കേട്ടോ. അഹമ്മദാബാദ്, ഗാന്ധിനഗർ, സബർമതി. അത് സൂപ്പറായിട്ട് ഓർത്ത് വെച്ചോളത്തില്ല. അഹമ്മദാബാദ്, ഗാന്ധിനഗർ, സബർമതി. കൊൽക്കട്ട, ഹൗറ നഗരങ്ങൾ, ഹൂഗ്ലി. ഓക്കെ അല്ലേ? ഇത്ര സെറ്റ് അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. ഇനി കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓക്കെ, കേരളത്തിലെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററും എന്നാൽ കടൽ തീര ദൈർഘ്യം ഒക്കെ പറയുവാണെങ്കിൽ സമുദ്ര അതിർത്തി പറയുകയാണെങ്കിൽ 580 ആണ് അല്ലെ? ഓക്കെ, മറക്കല്ലേ. തെക്ക് വടക്ക് 560ഉം ഇനി കടൽ തീരത്തിന്റെ ആണെങ്കിൽ 580 ആണ്. ഇത് റിപ്പീറ്റഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. ഇത് തന്നെ പോയില്ലേ? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം എന്ന് തന്നിട്ടുള്ളത് തെറ്റായി മാറി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തെറ്റായിട്ടുള്ളത് 2. ഇപ്പോൾ 1 ശരി വന്നില്ല, ഒന്നുള്ളത് അപ്പൊ ക്യാൻസൽ ചെയ്ത് കളയാം. ശരി, പിന്നെ 2. ഓക്കെ, ഇതിനും ചാൻസ് ഉണ്ട്, ഇതിനും ചാൻസ് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. അത് ശരിയായി, അപ്പൊ 2ഉം മാറി. അപ്പൊ ഇത് മാത്രമാണ്. ഓക്കെ അല്ലേ? റെഡി? ഇനി നോക്കിക്കേ, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ളത് ഏതായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗത്ത് മോസ്റ്റ് പോയിന്റ് ആനമുടി അല്ലേ? ആനമുടി നോക്കിക്കാണ് 2695 മീറ്റർ. ഓക്കെ, രണ്ടാമത്തെ ഏതാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? മീശപ്പുലിമല അല്ലെ? 2640 മീറ്റർ. മൂന്നാമത് ഡൊഡ്ഡാപേട്ട. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തത് 2637 മീറ്റർ. ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ശരി. അപ്പോ നമ്മൾ അടുത്തതിലോട്ട് പോവാ. ഇതേപോലെ തീരപ്രദേശവും പിന്നെ മലനാട്, ഇടനാട്, തീരപ്രദേശം പെർസെന്റേജ് ചോദിക്കുന്നുണ്ട്. മലനാട് എത്ര പെർസെന്റേജാ? 48%, 75 മീറ്ററിൽ കൂടുതൽ ഹൈറ്റ്. ഇടനാടാണെങ്കിലോ 42%, 7.5 മീറ്റർ ടു 75 മീറ്ററത്തിന് ഇടയിലുള്ള അല്ലെ? മീറ്ററത്തിന്. ഓക്കെ, അടുത്തത് മലനാട്, ഇടനാട്, തീരപ്രദേശം. തീരപ്രദേശമാണെങ്കിൽ 10% ഉണ്ട്. അത് <7.5 മീറ്റർ ആണ്. ഇത് LDC 2021 മെയിൻസിന് ചോദിച്ചതാ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് ഏത്? നദികളുടെ ഒക്കെ മാരത്തോൺ എടുത്തു തരാം കേട്ടോ. അതേപോലെ ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്നവരും ക്ലാസ് ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം.
ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ല. ഈ ക്ലാസ് എല്ലാവരിലേക്കും അങ്ങ് എത്തിച്ചേക്കണം. ഓക്കെ, എത്തിക്കാൻ മറക്കല്ല. അതേപോലെ കമന്റ്സ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ശരിയായതാണ്. കബനി, ഭവാനി, പാമ്പാർ. സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ, ഇനി പെരിങ്ങൽകുത്ത് ജലവൈദ്യുതി പെരിയാർ നദിയില. തെറ്റ്. പെരിങ്ങൽകുത്ത് ആണെങ്കിൽ എവിടെ? ചാലക്കുടിയാ അല്ലെ? ചാലക്കുടി പുഴയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. ഓക്കെ, ശരി. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനമുള്ള ഭാരതപ്പുഴയ്ക്കാണ്. അപ്പോ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2 തെറ്റല്ലേ? പെരിങ്ങൽകുത്ത് ചാലക്കുടിയാണ്, മറക്കല്ലേ കേട്ടോ. അതേപോലെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് ശബരിഗിരി എവിടെയാ? പമ്പ. ശബരിഗിരി പമ്പയാണ്. ഇനി കേരളത്തിലെ കായലുകളുമായി സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ ഏതാണ്? ശരിയല്ലാത്തവയാണ്. ശരിയല്ലാത്തവ പറയുമ്പോഴേ കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, ഫ്രഷ് വാട്ടർ തടാകമാണ്. എഫ് ആകൃതിയിൽ ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ തെറ്റാ ചോദിച്ചിട്ടുള്ള 1 ശരിയായതുകൊണ്ട് 1 ക്യാൻസൽ ചെയ്യാം. ഇത് മാത്രമേ പോയുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി അല്ല. ഏറ്റവും വലുത് ഏതാ? വേമ്പനാട്ട് കായലാണ് അല്ലെ? ഈ വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ടാന്നുള്ള കമന്റ് ചെയ്ത് 2023 PC ഒത്തിരി ചോദിച്ചു അല്ലെ? പിന്നെ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി ഉണ്ട്. അപ്പൊ 2 തെറ്റാണ്. 2 തെറ്റാണ്. അപ്പൊ പൊട്ടൻഷ്യലി ഉത്തരം വരാൻ ചാൻസ് ഉള്ള ഇത് 2 ഉള്ളൂ. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തു. സമുദ്രനിരപ്പിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് അല്ലെ? സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് പൂക്കോടാണ്. ശരിയാണ്. ഓക്കെ, അപ്പൊ 3 ശരിയായതുകൊണ്ട് അത് 3 ക്യാൻസൽ ചെയ്യാം. ഇത് മാത്രമായി. നമ്മൾ ഇതിപ്പം സിമ്പിൾ സാധനം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതല്ല, ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രാക്ടീസ് നമ്മൾ ചെയ്താൽ നമുക്ക് പാടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് എളുപ്പമായി കിട്ടും. അതാണ് എന്റെ ഉദ്ദേശം. ഇത് നോക്കിക്കേ, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്. ഏറ്റവും ഉയരത്തില് ഓക്കെ, ഏറ്റവും ഉയരത്തില് ഇന്ത്യയുടെ മാപ്പിന്റെ ആകൃതിയിൽ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പൂക്കോടാണ്. ഓക്കെ, ഇനി ഹാർട്ട് ഷേപ്ഡ് ആണെങ്കിൽ മേപ്പാടിയാണ്. ഇതൊക്കെ ഓർത്ത് വെച്ചോണേ. പൂക്കോടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് 2024 ചോദിച്ചു, നിങ്ങൾക്കും ചോദിക്കും. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ശരി മതി. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരമാണ്. തെറ്റ്. കൊല്ലത്തെ തമിഴ്നാടുമായിട്ടുള്ളത് ഏതാ? ആര്യങ്കാവ് ചുരം. അതും റിപ്പീറ്റഡ് ആ, വേറെ ഒന്നുമില്ല ഇവിടെ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകും നാഷണൽ ഹൈവേ. റിപ്പീറ്റഡ് ചോദ്യമാ. നാഷണൽ ഹൈവേ 744. ഇതൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി, ധൈര്യമായിട്ട് നിങ്ങൾ പോക്കോ കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള രീതി കൂടെ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഒന്നുകൂടെ വെരിഫൈ ചെയ്യട്ടെ. അത് 544 ആണ്, അല്ല 744 കേട്ടോ. ഓർത്ത് വെച്ചോണേ. ആര്യങ്കാവ് ചുരം, കൊല്ലവും തമിഴ്നാട്. ആര്യങ്കാവ് ചുരം NH 744 ആണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ PS ചോദിച്ചു 544. അപ്പൊ ഇത് 2 കിട്ടിയല്ലോ. ഇവിടെ ഇത് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ലെവലപ്പ് ആക്കി തരാം. പഴയതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അത്ര ഉള്ളൊരു പ്രശ്നം. അപ്പൊ പുത്തൻ തരാം, നിങ്ങൾ പഠിച്ചോണം. അപ്പൊ ഈ തെറ്റുള്ള 1 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ തന്നെ ഇത് പോയി. ഇത് തന്നെ കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഇനി കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ശരിയായിട്ടുള്ള രീതിയിൽ യോജിപ്പിക്കുക, കണ്ടെത്തുക. അപ്പോ നമുക്ക് നോക്കാം. ഇവിടെ 2023 ഒരു ടഫ് ചോദ്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെയാണ്? അത് തൃശ്ശൂരാണ്. നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ചു വെച്ചോണം. 2023 ചോദിച്ചു. അപ്പൊ ഇനി ചോദിച്ചാൽ നിങ്ങളെ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടുത്തെ നോക്കാം. ഇവിടുത്തെ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇവിടെ ആദ്യമേ സിമ്പിൾ ആയിട്ടുള്ളതിനൊക്കെ അങ്ങ് നോക്കിക്കേ. പൊന്നാനി, മലപ്പുറം അപ്പോഴേ കിട്ടി ശരിയായിട്ടുള്ളത്. അപ്പൊ എന്തായാലും 3 ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ ഓക്കെ, ഓ ഇതിലെല്ലാം വരുന്നുണ്ട്. ഇത് എന്തായാലും അപ്പൊ ഒഴിവായി കിട്ടിയ 1 2 3 4. അഴീക്കൽ, കണ്ണൂര്. അപ്പൊ എന്നാ അഴുകറാറാ എന്ന് തമിഴ് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? കരയുവാണോ? കരയുന്നത് കണ്ണിക്കൂടാണ്. അപ്പൊ കണ്ണീര്, അഴുകറ എന്നൊക്കെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അത്രയും കഷ്ടപ്പെട്ടത് അങ്ങ് കാണാതെ പഠിക്കാമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, ശരിയാ. അപ്പൊ നോക്കിക്കേ, അഴീക്കല് കണ്ണൂര്, പൊന്നാനി മലപ്പുറം, ചേറ്റുവ തൃശ്ശൂര്. അപ്പൊ 2ഉം 3ഉം പഠിച്ചു വെച്ചോണേ. കേരളത്തിലെ വൈദ്യുതി പദ്ധതി സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിലെ പ്രധാന സ്രോതസ്സാണ് ജലം. അത് ശരിയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി പള്ളിവാസലാണ്. 1940. മുതിരപ്പുഴ, മറക്കല്ല. രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ചെങ്കുളം, 1954 ചെങ്കുളം. മലബാറിലെ ആദ്യത്തേത് കുറ്റ്യാടി. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി ഇടുക്കിയിലത്തെയാണ്. അപ്പൊ ഇതെല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? മറക്കത്തില്ലല്ലോ, മറക്കല്ലോ കേട്ടോ. അതേപോലെ ശബരിഗിരി, പമ്പ. ഓക്കെ, അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്നത്. സിലബസ് അതേപോലെ ചോദിച്ചേക്കും അല്ലെ? ജില്ലകളും ശരിയായിട്ടുള്ള ജോഡികൾ തിരഞ്ഞെടുക്കുക. കരിമ്പുഴ, മലപ്പുറം 2019 18ാമത്തെ വന്യജീവി സങ്കേതവും
ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ആണ്, PSCക്ക് ഭയങ്കര ഇഷ്ടമാണ് റീസെന്റ് ആയതുകൊണ്ട്. ഇനി ചിമ്മീനി, ഓക്കെ, ചിമ്മീനി തൃശ്ശൂരാണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. ചൂലന്നൂരാണ് പാലക്കാട്. അല്ലെങ്കിൽ നമുക്ക് പാലക്കാട് 4 വെച്ച് തന്നെ കിട്ടിയാണ്. 4 തെറ്റാ, 4 ക്യാൻസൽ ചെയ്താൽ തന്നെ ഇത് 3 പോകും അല്ലേ? ചൂലന്നൂര്, പാലക്കാട്, KK നീലകണ്ഠൻ, മയിലുകളുടെ സംരക്ഷണം കിട്ടത്തില്ലേ? അപ്പം മയില് നമ്മുടെ നാഷണൽ ബേർഡ് ആക്കിയ വർഷം ഓർമ്മയുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത് 1960, പഴഞ്ഞതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് കഴിയും കേട്ടോ, മൈൻഡ് ചെയ്യണ്ട. അപ്പം മയിലിൻ്റെതാണെങ്കിൽ 1963. ഓക്കെ, കടുവയാണെങ്കിലോ 1973, കടുവ അല്ലേ? ഇനി നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആന 2010, ഗംഗാ ഡോൾഫിൻ 2009. ഗംഗ എപ്പോഴാ ദേശീയ നദിയായത്? 2008. സംഭവം കിട്ടിയോ? അപ്പൊ ചെന്തുരുണിയാണെങ്കിൽ കൊല്ലം 1ഉം 3ഉം വരും. കിട്ടിയില്ലേ? സംഭവം കിട്ടി തുടങ്ങിയില്ല നല്ലപോലെ. സൈലന്റ് വാലി ദേശീയോദ്യാനവുമായി സംബന്ധിച്ച പ്രസ്താവനയിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹാലകുരങ്ങൾ കാണപ്പെടുന്നു. ഓക്കെ. ഇനി ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തെ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നു. ഓക്കെ, റോബർട്ട് വൈറ്റ് അങ്ങനെ പറഞ്ഞത്. ഇനി 1984 നിലവിൽ വന്നത്, ഇത് മലപ്പുറം ജില്ലയിലല്ല, ഇത് പാലക്കാട് ജില്ലയിലാണ് അല്ലെ? മലപ്പുറം ജില്ലയില് 2019 18ാമത്തെ വന്യജീവി സങ്കേതമായിട്ട് വന്നത് ഏതാ? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പം 3 തെറ്റാണ്, 1ഉം 2ഉം ശരി. 3 മാത്രം, ഇവിടെ തെറ്റായിട്ടുള്ളതല്ലേ വേണ്ടത്. ഓക്കെ. പിന്നെ ഈ സൈലന്റ് വാലിയുടെ എന്തൊക്കെ നമുക്ക് പറയാം? 1984 ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. 1985 രാജീവ് ഗാന്ധി ഇത് ഉദ്ഘാടനവും ചെയ്തു. ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ സൈലന്റ് വാലിയുടേത് അല്ലേ? പാലക്കാടാണ്. ഓക്കെ, അത് പറയുമ്പോൾ ഇരവികുളവും കൂടെ ഞാൻ പറയും. ഇരവികുളം ആദ്യം വന്യജീവി സങ്കേതമാക്കി 75, ദേശീയോദ്യാനമാക്കിയത് 78. പിന്നെ 3 നാഷണൽ പാർക്ക് കൂടെ ഉള്ള കേരളത്തില്: ആനമുടിശോല, മധ്യഘട്ടാശോല, പാമ്പാട് ശോല. ഇത് 3 കൂടെ 2003. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ? എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിവിഷനുമായിട്ട് നിങ്ങൾക്ക് പോകും, നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. അപ്പം കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? GV രാജയാണ്, ഗോദവർമ്മ രാജയാണ്. ഓക്കെ അല്ലേ? ശരി. പിന്നെ അടുത്ത്, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ് ആണ്. അപ്പൊ ഇതൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ശരിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിലവിലില്ല. നിങ്ങളുടെ എക്സാമിന് 100% അതുണ്ടായിരിക്കും. എത്ര ശതമാനം? 100% അതുണ്ടായിരിക്കും. അപ്പോഴേ ഇതിന്റെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ആ ക്ലാസ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ആകാതെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയണം. കാരണം അത്രയ്ക്കും റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞ് സെറ്റ് ആക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്. പഞ്ചായത്ത് രാജ് എന്നൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് വന്നവര് ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇട്ട് അറിയാൻ വേണ്ടി ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ ക്ലാസ് കാണുന്നതിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പെർസെന്റേജ് നോക്കിയാൽ 70% ആൾക്കാർ നോട്ട് സബ്സ്ക്രൈബ്ഡ്. എന്താ, ഞാൻ ക്ലാസ്സുകൾ ചിലപ്പോൾ വിട്ടുപോകും പറയാൻ. നമ്മൾ ഈ പഠിത്തത്തിന്റെ മുകളിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ അറിയത്തില്ല വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. പിന്നെ ഇത് കണ്ടു നോക്കണം ഇന്ന്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കൂടെ ഇന്ന് കണ്ട് പഞ്ചായത്ത് രാജ്, ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. അപ്പോ കേരള നിയമസഭ 1992 പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കി. പൊട്ടത്തെറ്റ് 1994. ഓക്കെ, ശരി. ഇനി കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അപ്പം MP രാജേഷും ആണ്. അപ്പം നിലവിലത്തെ ഒക്കെ അപ്ഡേറ്റ് ചെയ്തോണം. ഓക്കെ, ഈ കൂട്ടത്തിലെ 1 തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തോണം. മന്ത്രിമാരുടേത് അപ്ഡേറ്റ് ചെയ്തോണം. പിന്നെ ഈ എന്താ പറയാ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും പഞ്ചായത്ത് രാജിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി താഴെ പറഞ്ഞ പ്രസ്താവനയിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. തെറ്റ് വേണേ. കേരള സ്പീക്കർ, അതെ, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോണം. അപ്പൊ നമ്മളിപ്പോ ഇത് ചെയ്യാൻ പോവുകയാണ്. കേരള സ്പീക്കർ ആണെങ്കിൽ ഷംസീർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്ര? 124. സുപ്രീം കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ എത്ര? 32. നിലവിലത്തെ നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലേ? ദേശായി, അത് ഓർത്തു വെച്ചോണേ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അപ്പം ഇദ്ദേഹം ഏത് സ്വദേശിയാണ്, ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് പറയണം. അതേപോലെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കമന്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇംപ്രൂവ് ആകുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ളത് കിട്ടിയല്ലോ, 2ാമത്തെ മാത്രമാണ്. അടുത്ത് നോക്കാം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തുക. കലാമണ്ഡലം
നോക്കി ഇത് മൂന്നും വായിച്ചോണേ, ഇതെല്ലാം ശരിയാണ്. ആർട്സ് സ്പോർട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താണ് അതിന്റെ നിലവാരം നിലവിലത്തെ? കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ളത് നോക്കാം. ഏതാ? 2023 വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കാണ്. അതാണ് കൂട്ടത്തിൽ തെറ്റായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നോക്കി വെച്ച് വായിച്ച് പഠിച്ചോണേ കേട്ടോ. ചന്ദ്രയാൻ 3 നമ്മൾ പറഞ്ഞതാ, ചോദിക്കും. മംഗല്യാനും ചോദിക്കും, ഗഗന്യാനും ചോദിക്കും, എല്ലാം ചോദിക്കും. അപ്പൊ ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് സോഫ്റ്റ് ലാൻഡ് ചെയ്തു. അപ്പം സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യവും, എന്നാൽ മൂണിൽ ലാൻഡ് ചെയ്ത എത്രാമത്തെ രാജ്യമായി ഇന്ത്യ? 4ാമത്തെ. അത് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ നോക്കിക്കേ. ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23. അപ്പൊ ലോഞ്ച് ചെയ്തത് റിപ്പീറ്റഡ് ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ലോഞ്ച് ചെയ്തത് നമുക്ക് നോക്കാം. ലോഞ്ച് ചെയ്തത് 2023 ജൂലൈ 14. അതെ, അപ്പം നോക്കിക്കേ, ലോഞ്ച് ചെയ്തത് 2023 ജൂലൈ 14, മറക്കരുത്. ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23. ഇപ്പൊ ജൂലൈ 14 ഓഗസ്റ്റ് 23 പഠിച്ചോ, ചോദിക്കും. ജൂലൈ 14 ഓഗസ്റ്റ് 23, ജൂലൈ 14 ഓഗസ്റ്റ് 23, ജൂലൈ 14 ഓഗസ്റ്റ് 23. അപ്പൊ ചെയർമാൻ ആരായിരുന്നു? മോഹൻകുമാർ ആണ് ചെയർമാൻ എന്ന്. ആരാ? എസ് സോമനാഥ് അല്ലേ? എസ് സോമനാഥ് അല്ലേ? അപ്പൊ അത് ഓർത്ത് വെച്ചോണേ, ഇത് തെറ്റാണ്. എസ് സോമനാഥ് ആണ്, നിലവിലത്തെ ISRO ചെയർമാനും ആണ്. ഇനി ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ഹീറോ ആയിട്ടുള്ള വിക്രം വന്ന് ലാൻഡ് ചെയ്തു. റോവറിന്റെ പേര് പ്രഗ്യാനുമാണ്. മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. അപ്പൊ ഈ കൂട്ടത്തില് തെറ്റായിട്ടുള്ളത് ഏതാ? അല്ല, ശരിയായിട്ട് തെറ്റായിട്ടുള്ളത് 2. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ തന്നെ ഇതെല്ലാം പോയി. 1, 2, 3, 4 ആണ് എല്ലാം ശരി എന്ന് പറയുന്നത്. അപ്പൊ ഇത് കിട്ടത്തില്ല. എലിമിനേഷൻ മെത്തേഡ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയില്ലേ? തനതായ നൃത്ത കലാരൂപം ഈ കൂട്ടത്തിൽ ഏതാണ്? ഏതാ? മോഹിനിയാട്ടമാണ്. ഓക്കെ. ഇനി അമ്മ എന്ന നോവൽ എഴുതാരാ? ഇത് നമ്മുടെ ഏതായിരുന്നു? വേൾഡ് റെവല്യൂഷൻ എന്നുള്ള മാരത്തോൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് വന്നിട്ടുള്ള അമ്മ, മദർ ആരാ എഴുതിയത്? അലക്സിം മാക്സിമോവിച്ച് പെസ്കോവ എഴുതിയത്. എന്ന് വെച്ചാൽ ആരാ? അലക്സിം മാക്സിമോവിച്ച് പെസ്കോവ, മാക്സിം ഗോർക്കി കേട്ടോ. മാക്സിം ഗോർക്കിയാണ് അലക്സിം മാക്സിമോവിച്ച് പെസ്കോവ. റെഡി? ലിയോ ടോൾസ്റ്റോയുടെ കുറച്ച് പ്രധാനപ്പെട്ടത് പറയാമോ? അന്ന കരീനീന ലിയോ ടോൾസ്റ്റോയ് അല്ലേ? ആണോ? പിന്നെ അടുത്തത്, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? സ്ഥിരം പ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു രുചി കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ യുഎനിലെ സ്ഥിരം പ്രതിനിധി, സ്ഥിരം റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാൾ കിട്ടിയിട്ടുണ്ട്, ആ രുചി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇറങ്ങത്തുമില്ല അല്ലെ? അപ്പൊ സ്ഥിരമായിട്ടുള്ള ഒരാൾക്ക് ആ രുചി കിട്ടി, ഇനി ഇറങ്ങത്തില്ലെന്ന് ഓർത്താൽ. അതിപ്പം നോക്കിക്കേ, രുചിര. രുചിര കമ്പോജ് ആണ്. രുചിര കമ്പോജ്. അപ്പൊ സ്ഥിരമായിട്ടുള്ള ആ രുചി കിട്ടി. നിങ്ങൾ ഇനി മറക്കത്തില്ല കേട്ടോ. ദേശീയ തലത്തിലും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയത് ഏതാ? ലോക്പാൽ ആണ്. ഇതേപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ചോദിക്കാറുണ്ട്, അത് 1964 ആണ്. ഇനി സ്റ്റേറ്റ് തലത്തിലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ലോകായുക്ത, ദേശീയ തലത്തിലാണെങ്കിൽ അത് ലോക്പാലുമാണ്. ഇനി 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടല്ലേ. 50ാമത്തേത് അല്ലെ നിലവിലത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്നറിയാം? DY ചന്ദ്രചൂഡാണ്. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ആരാന്നറിയാമോ? YV ചന്ദ്രചൂഡാണ്. നിലവിലത്തെ ആരാ? DY ചന്ദ്രചൂഡാണ്. ഓർത്തു വെച്ചോണം. ഓർത്തു വെച്ചോളൂല്ലോ. ഇനി അടുത്തത്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി അല്ലെ? അതെന്താ? ലെയ്സേഴ്സ് ഫെയർ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ എക്കണോമിക്സ് മാരത്തോണിൽ ഇത് വൃത്തിക്ക് പറയുന്നുണ്ട്. ലെയ്സേഴ്സ് ഫെയർ സിദ്ധാന്തം ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ ആണ്. ഈ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ അത് കണ്ടോ? ആഡം സ്മിത്തിനെ കൂട്ടത്തിൽ എല്ലാവരും തപ്പും. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചോണേ കേട്ടോ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, കുഞ്ഞു ചോദ്യമാണ്. അതേപോലെ ബംഗ്ലാദേശിന്റെ നിങ്ങൾ പറയണേ, കമന്റ് ചെയ്യണേ ബംഗ്ലാദേശിന്റേത്. ഇനി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഗഗൻയാൻ അറിയുമോ? ഗഗൻയാൻ ഉണ്ണികൃഷ്ണൻ നായരാണ്. അപ്പം ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ഗഗൻയാന്റെ വർഷങ്ങൾ നമുക്ക് വേണ്ടായോ? ഗഗൻയാന്റേത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഡയറക്ടേഴ്സിനൊക്കെ ഓർത്ത് വെച്ചോണം. നമ്മളിപ്പം മംഗല്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മംഗല്യം രാധയും കൃഷ്ണൻ നമ്മൾ ചുമ്മാ കണക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാ. മംഗല്യം നടന്നിട്ടില്ല, മറക്കല്ലേ. അപ്പം മംഗല്യാന രാധാകൃഷ്ണൻ 2023 അല്ലെ? 2013 ഡേറ്റ് നോക്കട്ടെ. 2013 November 5 അല്ലെ? അത് ഓർത്ത് വെച്ചോണേ. പിന്നെ അതേപോലെ നമ്മൾ ചന്ദ്രയാൻ പറഞ്ഞു. അടുത്ത ഗഗന്യാന്റേത്
പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഉണ്ണികൃഷ്ണൻ നായരാണ്. ബാക്കി ഡീറ്റെയിൽസ് പഠിച്ചോണേ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം 100% നോബൽ സമ്മാനം നമുക്ക് ചോദിക്കും. നോബൽ സമ്മാനത്തിന്റെ ക്ലാസ് ഞാൻ തരാം. അതിന് മുന്നേ പഠിക്കുന്നവരെല്ലാം പഠിച്ചോ, ഞാൻ തരാം എങ്ങനെയില്ല കേട്ടോ. സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ. സമ്പത്ത് ഗോൾഡ്, അപ്പോഴേ അത് കിട്ടി. നമുക്ക് ക്ലാസ് വരുമ്പോൾ സെറ്റ് ആക്കി തരാം കേട്ടോ. സാമ്പത്തിക ശാസ്ത്രം സമ്പത്ത് ഗോൾഡ് കണക്ട് ചെയ്യാമല്ലോ. സമ്പത്ത് ഗോൾഡ്. ഇനി എക്കണോമിക്സിൽ എന്തിലാ കിട്ടിയെന്നുള്ളതും കൂടെ ചോദിക്കും ഇപ്പൊ PSC കേട്ടോ. അപ്പോ നമ്മുടെ ആവേശം തീർന്നിട്ടില്ല കേട്ടോ. വേണ്ട, ആവേശം സീരീസിലെ 50 days ചലഞ്ചിന്റെ ലിങ്ക് ഇതാണ്. അപ്പം പ്ലേലിസ്റ്റ് ഇതാണ് ലിങ്ക് എന്ന്. അപ്പൊ ഇത് കയറി കണ്ട് പഠിച്ചു തുടങ്ങുക. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പഠിച്ച് 1 രൂപ മുടക്കാതെ ഒരു കോഴ്സ് പഠിച്ച് ഏറ്റവും ഇമ്പ്രൂവ് ആകാൻ പറ്റുന്ന റാങ്ക് ലിസ്റ്റ് വരുമെങ്കിൽ അത് ഇത് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്കുകൾ താഴെ പറയണേ. ഓരോ തവണയും കമന്റ്സ് ഇട്ടിട്ട് പോകോ. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും കമന്റ് ഇട്ട് പോകോ. ഒരു പ്രോബ്ലം ഇല്ല, എല്ലാം ഞാൻ കാണും. ഏതെങ്കിലും കമന്റ് ഉണ്ടോ റിയാക്ട് ചെയ്യാതെ പോകുന്നത്? ഏതെങ്കിലും കമന്റ് റിയാക്ട് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ തരാൻ വേണ്ടിയാണ് റിയാക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. എല്ലാം കണ്ടിട്ടേ പോകുന്നുള്ളൂ, ഈ കണ്ണുകളെല്ലാം കാണുന്നത്. പിന്നെ അതേപോലെ CPO-കാർക്ക് വേണ്ടി ഇപ്പം പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പഠിച്ചോണം, ഇതും പഠിച്ചോണം. ഇനി 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നോക്കുക. ടൈംലി തീരുമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഡെയിലി ക്വിസുകൾ നടക്കും 10:30 PM. 10:30 നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നടക്കും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 10:30 ലൈവ് ക്വിസാണ്. നിങ്ങൾ വന്ന് റിവൈസ് ചെയ്യണം. ഡെയിലി ഉണ്ട്, ഇമ്പ്രൂവ് ആവും. കമ്മ്യൂണിറ്റിയിലത്തെ പോളുകൾ ഉപയോഗിക്കണം. ഈ പോളുകൾ നമ്മുടെ ക്ലാസിന്റെ റിവിഷനായിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ഉപയോഗിക്കാം. മൊത്തം ഫ്രീ അല്ലേ? കുറച്ച് മുമ്പ് പറഞ്ഞ കോഴ്സ് ഓർമ്മയുണ്ടല്ലോ, അതാ. തോട്ടത്തിലൂടെ തിരിച്ചു പോവാം. അപ്പൊ നോക്കിയേ, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഇതേപോലെ പ്ലാസ്റ്ററുകളുടെ എന്താണ് സംയുക്തം എന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യണേ. അതേപോലെ ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡയുടെ റിപ്പീറ്റഡ് ചോദ്യം, കുഞ്ഞു ചോദ്യം. അപ്പം ഇതോടെ ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാ? കീലസന്ധി അല്ലേ? ഓക്കെ, അത് കീലസന്ധി. എന്താ സംഭവം എന്ന് കിട്ടിയോ? എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് എനിക്ക് കിട്ടിയില്ല. സി ആകൃതിയിലുള്ള ഏതാണ്? ട്രക്കിയാണ്. സി ആകൃതിയിലുള്ളത് ട്രക്കിയ. ഇനി അതേപോലെ ജീവി ശാസ്ത്രീയ നാമവും ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡികൾ? ഇതിലെ ശരിയായിട്ടുള്ള ജോഡികൾ നമുക്ക് നോക്കാം. 1ഉം 3ഉം പൂച്ചയും കാക്കയുമാണ്. കാക്ക കോർവസ്. കാക്ക കവർ എടുത്തു പോയി എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അല്ലേ? കോർവസ് സെപ്ലൻഡൻസ്. കമന്റ് ചെയ്. പൂച്ച, ഫെലിസ്, എലി. പൂച്ച, എലി, എലിസ്. പൂച്ച, എലിയുടെ പുറകെ പറയാൻ പറ്റത്തില്ല. കാരണം പൂച്ച ടൈഗറിന്റെ ഒക്കെ പാന്തേറ ആണെങ്കിലും ബാക്കിയുള്ളതിന് എന്തെങ്കിലും ഫെലിസ് വന്നു കഴിഞ്ഞാല് ദേ അടുത്ത ഡൊമസ്റ്റിക് നമ്മൾ വളർത്തത്തില്ല പൂച്ച. ആണ് കണക്ട് ചെയ്യാതെ. മയില് അറിയാവുന്നൊരു GK പറഞ്ഞിട്ട് പോവാ. മയില് 1963 അല്ലേ? പിന്നെ KK നീലകണ്ഠൻ, ചൂലന്നൂർ പക്ഷി സങ്കേതം, പാലക്കാട്. ഇത് ഇത്ര അങ്ങ് നമുക്ക് പറഞ്ഞിട്ട് ഒരു സമാധാനമായി. ബാക്കിയൊക്കെ എവിടെ ആയിക്കട്ടെ. അടുത്തത് നോക്കിയേ, ജീവികളും ഹൃദയ അറകളും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണേ. അപ്പോ നമുക്ക് നോക്കാം. A3 പാറ്റ 13. ഓക്കെ, അടുത്ത പല്ലി 3. പല്ലി 3. ഇനി മുതൽ പല്ലിയൊക്കെ പോകുമ്പോഴത്തേക്കും 3 എണ്ണം ഉണ്ട് ഹൃദയറാന്ന് ഓർക്കണം. അത് ഓർക്കാൻ നിൽക്കുവോ അലയ്ക്കാൻ നിൽക്കുവോ? അടുത്തത് പക്ഷി 4. പക്ഷി 4. മത്സ്യം 2. ഓക്കെ, ഒന്ന് ഓർമ്മിച്ചാൽ മത്സ്യം 2. ഇതിൽ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെച്ചാണ് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു വർഷത്തിൽ മിനിമം ഒരു 3-4 തവണയിലേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? അപ്പൊ ഇന്ന് എൻവയോൺമെന്റ് ഡേ ആണ്. അതിന്റെ തീം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പഠിക്കണം, അത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് 2023-ലെയാണ്. 2024-ലേതോ നമ്മുടെ ഗ്രൂപ്പ് ഫാൽക്കൺ BSCയിൽ കിടപ്പുണ്ട്. അതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം, പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് ലാൻഡ് റിസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. ഓക്കെ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം, ഭൂമി പുനരുദ്ധാരണം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഡെയിലി കണ്ടന്റ്സും കാര്യങ്ങളും തരും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള കുറെ അപ്ഡേറ്റ്സ് അതിൽ തരുന്നതാ. സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത്? തക്കാളി 2023-ലും റിപ്പീറ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ, ഇപ്പൊ അക്ഷയിൽ ഞാനൊരു സംഭവം ഫില്ല് ചെയ്യാൻ പോയി. ഭയങ്കര തിരക്കായിരുന്നു, എനിക്ക് അങ്ങോട്ട് ഒരു സമാധാനം കിട്ടില്ല, ദേഷ്യമായി പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു തക്കാളി അങ്ങോട്ട് എടുത്തിട്ട് അക്ഷയയിലോട്ട് എറിഞ്ഞപ്പോൾ ഒരു മുക്തി കിട്ടി. അങ്ങനെ കള്ളക്കഥ ഓർത്തത്. ഞാൻ എറിഞ്ഞിട്ടില്ല, നിങ്ങൾ ചെയ്യുകയും ചെയ്യല്, ക്രൂരമായിട്ടുള്ള കോഡാ. ഓക്കെ, ഇതിനി പടമാക്കി ഇറക്കല്ല എന്നെ വെച്ച്.
അപ്പം ശങ്കരീനം തക്കാളി, ഓക്കെ, തക്കാളി അങ്ങോട്ട് എടുത്തിട്ട് അക്ഷയയിലോട്ട് എറിഞ്ഞപ്പോൾ ഒരു മുക്തി കിട്ടി. അപ്പൊ മുക്തിയും അക്ഷയും നമുക്ക് തക്കാളി വെച്ച് അങ്ങനെ കണക്ട് ചെയ്യാം. നിങ്ങൾ ഇനി ഇത് മറക്കത്തില്ല, ഹൈബ്രിഡ് ക്രോപ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ ലോല, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ കൂട്ടത്തിൽ വരുന്നത് ഹരിതയാണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ മുക്തി, അക്ഷയ, അനഘ പഠിച്ചോണം. അനഘ തക്കാളി വെച്ച് എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് കൂടിട്ടോ. അപ്പം ഭാരത്തിന്റെ SI യൂണിറ്റ് ഈ കൂട്ടത്തിൽ ഏതാ? ന്യൂട്ടൺ ആണ്. ഓക്കെ, അടുത്തത് 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ദൂരം എത്രയാണ്? ഇക്വേഷൻ കമന്റ് ചെയ്യണേ. 4 ഡയോപ്റ്റർ ആണ്. ഓക്കെ, 4 ഡയോപ്റ്റർ ആണ്. ഇതേപോലെ കണ്ണിന്റെ ഏത് ലെൻസ് ആണ്? റിയർ വ്യൂ മിറർ കാറിലുള്ളത് ഏത് ലെൻസ് ആണ്? അല്ല, മിറർ ആണ്. ഇത് രണ്ടും കമന്റ് ചെയ്യണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാ. ഇനി റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് ഇല്ലേ, എത്ര കാലം പഴക്കമുള്ളതാണെന്ന് നിർണ്ണയിക്കാൻ വേണ്ടി അതിൽ ഉപയോഗിക്കുന്ന കാർബൺ ഏത് ഐസോട്ടോപ്പാ? C14 ആണ്. ഓക്കെ, കാർബൺ 14 അല്ലെങ്കിൽ C14 ആണ്. ഇനി 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര കുതിരശക്തിയാണ് അല്ലെ? അതെന്തോ ചോദ്യമായി പോയി. 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 1 ഹോഴ്സ് പവർ തന്നെയാണ് കേട്ടോ. അത് എത്ര വാട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 746 വാട്ട് ആണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ ഓട്ടോ ഫിൽ ആയതാ, പിന്നെ അതങ്ങ് ഉരുണ്ടതാ. അപ്പോൾ 1 ഹോഴ്സ് പവർ എന്നത് 746 വാട്ട് ആണ്. 746 വാട്ട്. ഇഷ്ടപ്പെട്ടോ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ആരാ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാ? പേരിട്ടത് ആരാ? കമന്റ് ചെയ്തേ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ്. ചന്ദ്രയാൻ 3 സമയത്തെ ISRO ചെയർമാൻ ആണ്. എന്നാൽ ചന്ദ്രയാൻ 3 സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? വീരമുത്തുവേലാണ്. ഇനി ചന്ദ്രയാൻ 3-യിലത്തെ ലാൻഡറിന്റെ പേര് വിക്രം, പിന്നെ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നുമാണ്. ഇത്രയും സെറ്റ് അല്ലേ? എത്ര കോടിയായിരുന്നു ചന്ദ്രയാൻ 3-ക്ക് ആയത്? സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാ എന്നൊക്കെ ചോദിച്ചാൽ ഇനി കിട്ടുമോ? ഇല്ലേ? ശരി. അത് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള റോവറിന്റെ പേരെന്താണ്? റോവർ പ്രഗ്യാനാണ്, ലാൻഡർ ആണ് വിക്രം. ഓക്കെ അല്ലേ? ഇനി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്തായിരുന്നു ആ രോഗനിയന്ത്രണ പദ്ധതി? അമൃതം ആരോഗ്യമാണ്. ഓക്കെ, അപ്പൊ ജീവിതശൈലി രോഗനിയന്ത്രണം. ഓക്കെ, അപ്പം അമൃതം ആരോഗ്യം പഠിച്ചോണേ. ലാസ്റ്റ് 2024 ക്വസ്റ്റ്യൻ ആണ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. ശലഭം ഓർമ്മയുണ്ടോ അല്ലെ? ന്യൂ ബോൺ സ്ക്രീനിങ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ശലഭം അല്ലെ? സുകൃതം എന്തായിരുന്നു? ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. ക്യാൻസർ ചികിത്സ, സൗജന്യ ക്യാൻസർ ചികിത്സ. ഹൃദി തരംഗം എന്താണ്? കോക്ലിയ ഇംപ്ലാന്റേഷൻ, ചെവിയുമായി ബന്ധപ്പെട്ടത്, കേൾവിയുമായി ബന്ധപ്പെട്ടത്. ഇത്രയും പഠിക്കണം. കേരള ഗവർണൻസ് ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് സ്കീംസിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താ? അമൃതം ആരോഗ്യമാണ്. ഓക്കെ അല്ലേ? ഇനി വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതും ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഇത് റിപ്പീറ്റഡാ. വായുവിലൂടെ പകരുന്നു എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാ. നോക്കാം, ഏതാ? ക്ഷയവും ചിക്കൻ ബോക്സുമാണ്. ഓക്കെ, ക്ഷയം, ചിക്കൻ ബോക്സ്. ഇനി ക്ഷയം അല്ലെ ഏത് ജീവി കാരണമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ജീവി എന്ന് പറയുമ്പോൾ കുരങ്ങൊന്നും പറയല്ലത്, ബാക്ടീരിയ ആണ് കേട്ടോ. റിപ്പീറ്റഡ് ചോദ്യമാണ്. അതേപോലെ ചിക്കൻ ബോക്സ് ആണെങ്കിലോ വൈറസ് ആണ്. ഇത് രണ്ടും വായുവിലൂടെ പകരും. റിപ്പീറ്റഡ് ചോദ്യമാണ്. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇനി സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ത് കാരണമോ? എന്തിന്റെ അഭാവ? വിറ്റാമിൻ A ആണ്. ഇനി B1 ഏതായിരുന്നു? തൈമിൻ. B2 റൈബോഫ്ലേവിൻ. B3 നിയാസിൻ. B5 എന്തായിരുന്നു? കമന്റ് ചെയ്യണതെല്ലാം കേട്ടോ. അപ്പൊ B1, B2, B3 തൈമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ. B5 പാൻറ്റോതെനിക് ആസിഡ്. B6 പെരിഡോക്സിൻ അല്ലെ? B7 ബയോട്ടിൻ, വൈറ്റമിൻ H എന്നറിയപ്പെടും. B9 ആണെങ്കിൽ ഫോളിക് അല്ലേ? പിന്നെ B12 ഉണ്ടെങ്കിൽ എന്തോ കൊബാളമൈൻ അല്ലെ? ഇതെല്ലാം കമന്റ് ചെയ്യണം. റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചോദിക്കുന്നതാ. ഓക്കെ, ശരി. അടുത്തതിലോട്ട് പോവാം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന് 2014 നവംബർ 9. ആയുഷ് മന്ത്രാലയം. ഇതേപോലെ നമ്മൾ അടുത്ത് പറഞ്ഞ ഏതാ? നാരി ശക്തി വന്ദൻ. അതിനെ 106ാമത്തെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാ. വർഷം കമന്റ് ചെയ്യണം. 2024 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത്. അപ്പൊ ഇത് ഏതാ? കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയം 2014 നവംബർ 9. ഓക്കെ. ഇനി ഗ്ലോക്കോമ എന്താ? കണ്ണില് ഭയങ്കര പ്രഷറാണ് അല്ലെ? ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. അപ്പൊ കണ്ണിൽ ഭയങ്കരമായിട്ട് പ്രഷർ വരുന്നതാണ് ഈ ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള MS സ്വാമിനാഥൻ അന്തരിച്ചത്. ഉറപ്പായിട്ടും ചോദിക്കുന്നത്. അതേപോലെ ഗ്രീൻ റവല്യൂഷന്റെ സ്റ്റേജസ് ചോദിക്കും. ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴായിരുന്നു? 60 മുതൽ 70 വരെ, അല്ലെങ്കിൽ 60ന്റെ മധ്യം മുതൽ 70ന്റെ മധ്യം വരെ. രണ്ടാമത്തേതാണെങ്കിൽ
70 മുതൽ 80 വരെ, അല്ലെങ്കിൽ 70 മധ്യം മുതൽ 80 മധ്യം വരെ ചോദിക്കും. വീറ്റ് റവല്യൂഷൻ അറിയപ്പെടുന്നത് ഗ്രീൻ റവല്യൂഷനാണ്. ഗ്രീൻ റവല്യൂഷൻ ഏത് പഞ്ചവത്സര പദ്ധതി? മൂന്നാമത്തതാണ്. ഓക്കെ അല്ലേ? അതേപോലെ ഗ്രീൻ റവല്യൂഷന്റെ ഏഷ്യയിലത്തെ ഭവനം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. അതേപോലെ ഗ്രീൻ റവല്യൂഷൻ തുടങ്ങിയത് ഏത് രാജ്യത്തു നിന്നാണ്? നിങ്ങൾ കമന്റ് ചെയ്യണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് നോക്കിക്കേ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ അന്തരിച്ചത് എപ്പോഴാ? 2023 സെപ്റ്റംബർ 28. ഓക്കെ, 2023 സെപ്റ്റംബർ 28. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറസ് രോഗമല്ലാത്തത് എലിപ്പനി വൈറസ് രോഗമാണ് അല്ലെ? സോറി, ബാക്ടീരിയ രോഗമാണ്. എയ്ഡ്സ് വൈറസ് ആണ്, ചിക്കൻ ബോക്സ്, ഡെങ്കി പനിയൊക്കെ വൈറസ് ആണ്. അപ്പൊ എലിപ്പനി ബാക്ടീരിയ, അതേപോലെ ഡിഫ്തീരിയ ആണ് ബാക്ടീരിയ, പിന്നെ ഏതായിരുന്നു? ട്യൂബർക്ലോസിസ് ആണ് ബാക്ടീരിയ, എലിപ്പനി ബാക്ടീരിയ. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞതല്ലേ. ഇനി താഴെ പറയുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഏതാ? മലേറിയ ജീവിതശൈലി രോഗത്തിൽ വരുന്നതാണോ? അല്ല. അടുത്തത് മാനസികാരോഗ്യം വിമുക്തരായവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി ഏതാ? സ്നേഹക്കൂടാണ് അല്ലെ? സ്നേഹക്കൂടാണ്. അപ്പൊ ഇത് നമ്മുടെ കേരള ഗവർണൻസ് മാരത്തോൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തിട്ട് കാണണം, മസ്റ്റ് ആയിട്ട് കാണണം. ഇത് ഇങ്ങനൊന്നും ഒരുമിച്ച് കിട്ടത്തില്ല, റിവൈസ് ചെയ്ത് അത് കണ്ടു തീർക്കണം കേട്ടോ. പിന്നെ എന്റെ കൂടെ ആണെങ്കിൽ എന്താണെന്നറിയാവോ? സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഫ്രീ ലോഡ്ജിങ് പദ്ധതിയാണ്. ഫ്രീ ലോഡ്ജിങ് താമസ സൗകര്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നഗരങ്ങളിലൊക്കെ സ്ത്രീകളും കുട്ടികളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി കൊടുക്കുക. അതാണ് എന്റെ കൂട്. സ്നേഹക്കൂടാണെങ്കിൽ എന്താ? മാനസികാരോഗ്യം വിമുക്തരായവരുടെ, ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ വിമുക്തരായവരുടെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായിട്ടുള്ള ഒമിക്രോൺ, ഇതിന്റെ ഓർമ്മയുണ്ടോ? PS റിപ്പീറ്റഡ് ആയി ചോദിച്ചത് B11529 എന്തിന്റെ വകഭേദമാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ശരി, ഓക്കെ. ഈ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്കയോ ആണ്. റെഡി? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇതിലേതാ? നെഫ്രൈറ്റിസ് എന്താ? കിഡ്നിയുമായി ബന്ധപ്പെട്ടതാ അല്ലെ? അപ്പം നെഫ്രോളജി ആണെങ്കിൽ കിഡ്നിയുടെ പഠനമാണ്, നെഫോളജി ആണെങ്കിൽ മേഘത്തിന്റെ പഠനമാണ്. PS ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി? ഇനി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഈ പദ്ധതി? മാതൃജ്യോതിയാണ്. അപ്പൊ ഭിന്നശേഷിക്കാരായ അമ്മമാർക്കുള്ള പദ്ധതിയാണ് മാതൃജ്യോതി. ഓക്കെ അല്ലെ? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് മാതൃജ്യോതി. ഇവിടെ കുറച്ച് സ്കീംസ് പഠിച്ചോ. കേരള ഗവർണൻസ് നേരെ പോയി കണ്ടോ, എല്ലാം ബൈഹാർട്ട് ആക്കാം കേട്ടോ. ബൈഹാർട്ട് ആക്കാം. 2024 റീസെന്റ് ആയി ചോദിച്ചത് ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത്, ഈ ഓപ്ഷൻ ഉള്ളതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്തും ചോദിക്കും കേട്ടോ. ആയുർദളം എന്തായിരുന്നു? എയ്ഡ്സ് അവയർനെസ് ആണ് അല്ലെ? അശ്വമേധമാണെങ്കിൽ ഏതായിരുന്നു? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? അടുത്തത് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ് അല്ലെ? ഏറ്റവും വലിയ അവയവം ഏതാണ്? സ്കിന്നാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. നോക്കാം. എലിപ്പനി ബാക്ടീരിയ നമ്മൾ പറഞ്ഞതാ, മറക്കല്ലേ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് എന്ത് കാരണമാണ്? ഓക്കെ, മാത്സ് ദ ഫോളോയിങ് അല്ല കേട്ടോ, ശരിയായ ജോഡിയാണ് വേണ്ടത്. ഇങ്ങനെ തെറ്റി പഠിക്കരുത്. പോട്ടെ. ക്ഷയം ബാക്ടീരിയ, ഓക്കെ, 2 ശരിയാണ് അല്ലെ? വട്ടച്ചൊറി ആണെങ്കിലോ ഫംഗസ് അല്ലായിരുന്നോ അല്ലെ? നിപ്പ ആണെങ്കിൽ വൈറസുമാണ്. അപ്പൊ 2, 4 ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ എലിപ്പനി ബാക്ടീരിയ, ക്ഷയമാണെങ്കിൽ ബാക്ടീരിയ അല്ലെ? വട്ടച്ചൊറി ആണെന്നുണ്ടെങ്കിൽ ഫംഗസ് ആണ്, പ്രോട്ടോസോയ കാരണം മലേറിയ ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചു പോകണം. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ടൈം വേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ. അതല്ലേ ടൈം വേസ്റ്റ് എന്ന് പറയും അല്ലെ? അതില്ലേ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറും റാങ്ക് ഫെയിൽ ആയി മാറും. റാങ്ക് ഫെയിൽ കുറവല്ല, വെറും റാങ്ക് ഫെയിൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നും 10:30 നമ്മുടെ ആ ഒരു ടെലിഗ്രാം ചാനൽ വന്ന് ക്യൂസ് ലൈവ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റിയിലെ പോളുകൾ ഫുൾ ഉപയോഗിക്കണം. പിന്നെ എല്ലാവരും ഹെൽത്ത് മസ്റ്റ് ആയിട്ട് നോക്കണം. വെള്ളം കുടിക്കണം നല്ലപോലെ. എപ്പോഴും സ്ക്രീനിൽ നോക്കിയിരിക്കില്ല, കുറച്ച് ദൂരേക്കൊക്കെ മാറ്റി വെക്കണം. മഴ സമയമാണ്, അതിൻ്റെതായ പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സ്ലൈഡിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് പൂവിന്റെ കൂടെ വവ്വാലിനെ വെക്കാനല്ല. എനിവേ, അപ്പോ ബൈ. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.